54-ാം ദേശീയ ദിനം വിപുലമായി ആഘോഷിച്ച ഒമാൻ. സൈനിക പരേഡിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സല്യൂട്ട് സ്വീകരിച്ചു. സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അധികാരമേറ്റതിന് ശേഷമുള്ള 4ാമത്തെ പരേഡാണ് സമൗദ് ഗ്രൗണ്ടിൽ നടന്നത്. വിവിധ മേഖലകളിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ അടയാളപ്പെടുത്തിയും സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ കീഴിലുള്ള വികസന കുതിപ്പുകളെ സാക്ഷ്യപ്പെടുത്തിയും ഒമാൻ 54-ാം ദേശീയ ദിനം ആഘോഷിച്ചു. സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അധികാരമേറ്റതിനു ശേഷമുള്ള 4ാമത്തെ പരേഡാണ് സമൗദ് ഗ്രൗണ്ടിൽ നടന്നത്. പരേഡ് ഗ്രൗണ്ടിലെത്തിയ സുൽത്താനെ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സെയ്ദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. സൈനിക വിഭാഗം സല്യൂട്ട് നൽകിയും സൈനിക ബാൻഡ് സംഘം ദേശീയ ഗാനം ആലപിച്ചുമാണ് സുൽത്താനെ ആനയിച്ചത്. സുൽത്താന് ആദരവറിയിച്ച് 21 ആചാരവെടികളും മുഴക്കി. വിവിധ സൈനിക വിഭാഗങ്ങളുടെ മ്യൂസിക്കൽ പരേഡും നടന്നു. ദേശസ്നേഹം പ്രകടിപ്പിച്ചും സുൽത്താൻ ഹൈതം ബിൻ താരിഖിന് അഭിവാദ്യമർപ്പിച്ചും ഗവർണറേറ്റുകളിൽ വിവിധങ്ങളായ പരിപാടികളാണ് നടന്നത്. വിവിധ വിലായത്തുകളിൽ സ്വദേശികളുടെയും വിദേശികളുടെയും നേതൃത്വത്തിൽ റാലികൾ സംഘടിപ്പിച്ചിരുന്നു. ആധുനിക ഒമാന്റെ ശില്പിയായ സുൽത്താൻ കാബൂസ് ബിൻ സയ്യിദിന്റെ ജന്മദിനമാണ് ഒമാൻ ദേശീയ ദിനമായി ആഘോഷിക്കുന്നത്. 1970-ൽ അധികാരത്തിലേറിയ സുൽത്താൻ കാബൂസ് ദേശീയ സമ്പത്ത് ജനക്ഷേമത്തിനും രാജ്യ പുരോഗതിക്കും വേണ്ടി വിനിയോഗിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഭരണാധികാരിയായിരുന്നു. 2020-ൽ അദ്ദേഹത്തിന്റെ വിയോഗത്തിനു ശേഷം സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ആ പാത പിന്തുടരുകയാണ്. ഒമാൻ ഇന്ന് കൈവരിക്കുന്ന എല്ലാ നേട്ടങ്ങളുടെയും കാരണം ഇതുതന്നെയാണ്. മീഡിയ 1 മസ്കത്ത്.